ആരുടെ മരണത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല, ആഘോഷിക്കാൻ പാടില്ല. പക്ഷേ ചില മരണങ്ങൾ നമുക്ക് ചർച്ചയാക്കാം. ചിലർക്കുള്ള മുന്നറിയിപ്പായി, ഓർമ്മപ്പെടുത്തലായി അത്തരം മരണങ്ങളെ, മരണ വാർത്തകളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം. അങ്ങനെയുള്ളൊരു മരണ വാർത്തയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സോളാർ പാനൽ തലയിൽ വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് കീഴറയിൽ രാധാകൃഷ്ണന്റെ മകൻ 19 വയസ്സുള്ള ആദിത്യനാണ് മരണപ്പെട്ടത്. ഇതിലെന്താണ് ഇത്ര അസ്വാഭാവികത എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരു അസ്വാഭാവികതയുമില്ല. സാധാരണ നിലയിൽ എല്ലായിടത്തും റോഡുകളിലൂടെ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ വാഹനാപകടങ്ങൾ വഴിയും അല്ലാതെയും ആളുകൾ മരണപ്പെടുക സ്വാഭാവികമാണ്. എന്നാൽ 19കാരനായ ആദിത്യന്റെ മരണം സ്വാഭാവികമാണെങ്കിലും യാദൃച്ഛികമായി അതിന് പിന്നിൽ കാലത്തിന്റെ ഒരു ഇടപെടലുണ്ട്. പകരം വീട്ടലിന്റെ ഒരു കഥ പറയാനുണ്ട്. നിങ്ങൾ ഓർക്കുന്നില്ലേ അരിയിൽ ഷുക്കൂറിനെ? കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലതും നടന്നിട്ടുണ്ടെങ്കിലും അക്ഷരം തെറ്റാതെ താലിബാൻ മോഡൽ കൊലപാതകമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു കൊലപാതകം അത് CPM നടപ്പിലാക്കിയ അരിയിൽ ഷുക്കൂറിന്റെ കൊലപാതകമാണ്. 2012 ഫെബ്രുവരി 20 ഒരു തിങ്കളാഴ്ച ദിവസം കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ചുള്ളിയോട് വയലിൽ ഏകദേശം 200 പേരെ കാണികളാക്കി ഏതാണ്ട് 2.5 മണിക്കൂറത്തെ പരസ്യ വിചാരണയ്ക്കൊടുവിലാണ് താലിബാൻ മോഡലിൽ CPM ഗുണ്ടകൾ അരിയിൽ ഷുക്കൂറിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ആ യുവാവിന്റെ ഇരു കൈകളും പുറകിലേക്ക് വലിച്ചു കെട്ടി നീ ഞങ്ങളുടെ ജയരാജേട്ടനെ കല്ലെറിയാൻ മാത്രം വളർന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് നീണ്ട 2.5 മണിക്കൂർ ആ യുവാവിനെ CPM ഗുണ്ടകൾ നിഷ്കരുണം മർദ്ദിച്ചു. മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ഷുക്കൂറിന്റെ ശരീരമാസകലം അവർ കുത്തിക്കീറി. അവസാനം നീണ്ട 2.5 മണിക്കൂറത്തെ തുടർച്ചയായ മർദ്ദനങ്ങൾ കാരണം അവശനായ ഷുക്കൂർ ഉള്ള ജീവനും വാരിപ്പിടിച്ച് കുതറി ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ CPMന്റെ ഗുണ്ടകൾ കടാര കൊണ്ട് പിറകിൽ നിന്നും കുത്തിവീഴ്ത്തി എന്നേക്കുമായി അവന്റെ ജീവനെടുത്തു. തലശ്ശേരി സഹകരണാശുപത്രിയിലെ 315-ാം റൂമിൽ വെച്ച് ജില്ലാ സെക്രട്ടറി P ജയരാജനും കല്യാശ്ശേരി MLA TV രാജേഷും പങ്കെടുത്ത ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSFന്റെ സജീവ പ്രവർത്തകനായിരുന്ന അരിയിൽ ഷുക്കൂറിനെ അതിക്രൂരമായി താലിബാൻ മോഡലിൽ CPM കൊലപ്പെടുത്തിയത്. ഷുക്കൂർ കൊലക്കേസിൽ ഏതാണ്ട് 33ഓളം CPMകാർ പ്രതികളാണ്. അതിലൊരാളാണ് രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണന്റെ മകനാണ് ഞാൻ ആദ്യം പറഞ്ഞ സോളാർ പാനൽ തലയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ച വാർത്തയിലെ 19കാരനായ ആദിത്യൻ. ഈ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ഒരാൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: മോനെ ആദിത്യ, നിന്റെ അച്ഛൻ CPMകാരനായ രാധാകൃഷ്ണൻ ഞങ്ങളുടെ സുഹൃത്തായ അരിയിൽ ഷുക്കൂറിന്റെ ജീവനെടുക്കുമ്പോൾ അവന്റെയും പ്രായം 19 ആയിരുന്നു. അത് സത്യമാണെങ്കിൽ 19ാമത്തെ വയസ്സിൽ അരിയിൽ ഷുക്കൂറിന്റെ ജീവനെടുത്ത CPM പ്രവർത്തകന്റെ മകനെ അതേ 19ാമത്തെ വയസ്സിൽ ജീവനെടുത്തുകൊണ്ട് കാലം കണക്ക് ചോദിച്ചിരിക്കുന്നു, രാധാകൃഷ്ണനോട് പ്രതികാരം ചെയ്തിരിക്കുന്നു.